ഇദ്ദേഹം ഇപ്പം പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? തുടരും. മോഹൻലാലിന്റെ കഴിഞ്ഞ ദിവസം റിലീസായ തുടരും എന്ന് പറയുന്ന സിനിമയിലാണ് അല്ലേ? അപ്പൊ അതില് മോഹൻലാലും ശോഭനയും ഒക്കെ ഉണ്ട്. സിനിമ കണ്ടായിരുന്നോ? പിന്നെ അത് ശരി, റിലീസ് ആയപ്പോ തന്നെ കണ്ടു. എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമയാണല്ലേ? ടിക്കറ്റ് ആളുകളെല്ലാം ഹൗസ്ഫുൾ ആണ്. ഇത് അഭിനയിക്കാൻ വേണ്ട എത്ര നാള് മുമ്പാ പോയത്? ഞാൻ 3 ദിവസം പോയി. അല്ല, എത്ര നാള് മുമ്പാ? 2-3 മാസം മുമ്പാണോ? 3 ദിവസം പോയി. 3 ദിവസം ഉണ്ടായിരുന്നു. ഇത് എവിടെ വെച്ചാ ഷൂട്ട് ചെയ്തത്? തൊടുപുഴയ്ക്ക് അപ്പുറം ഏതാണ്ട് ഒരു തൊടുപുഴയ്ക്ക് അടുത്താണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. അതൊന്നും ഏതാണ്ട് ഇവിടുന്ന് ജഗന് പോകുന്ന ദൂരമുണ്ട്. അത് ശരി. എന്നിട്ട് പിന്നെ കുറേയധികം രംഗങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നോ? ഒത്തിരി ഷൂട്ട് ചെയ്തു, പക്ഷെ ഒന്നും വന്നില്ല. കുറച്ച് മാത്രമേ ഇതിനകത്ത് വന്നുള്ളൂ. എഡിറ്റ് ചെയ്യുമ്പോൾ അവര് പിന്നെ കട്ട് ചെയ്ത് പോകുന്ന അല്ലേ? ഇത് വന്നിട്ട് നാട്ടിലുള്ള ആളുകളൊക്കെ അറിഞ്ഞോ? നാട്ടിലുള്ള അറിഞ്ഞോന്ന് ഫേസ്ബുക്കിലൊക്കെ റീൽസ് ഒക്കെ വന്നല്ലേ? വന്നതോടുകൂടി എല്ലാരും അറിഞ്ഞു. ഫോൺ വിളിക്കാറുണ്ടോ ആരെങ്കിലും ഒക്കെ? പിന്നെ എന്നിട്ട് ആരണ്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അടിപൊളി അപ്പൊ അതിനകത്ത് പിന്നെ മോഹൻലാൽ ഡ്രൈവറായിട്ട് പോകുമ്പോ നമ്മള് ഞാൻ ആ പറഞ്ഞ സീറ്റൊക്കെ അപ്പൊ എന്നോട് ചോദിച്ചു ഇനി എന്നാ ആശുപത്രി പോകേണ്ടത്. ശരി. ഞാൻ പറഞ്ഞ ഒരു 3 ദിവസം എന്റെ കാർ വിട്ടു തരാം. അപ്പൊ അത് നമ്മൾ അഭിനയിച്ച രംഗം പിന്നെ ഏത് തിയേറ്ററിൽ പോയാ കണ്ടത്? ചെങ്ങന്നൂരാണോ? അത് ശരി. ചെങ്ങന്നൂരിൽ ഈ പടം ഓടുന്നുണ്ട്. ബുക്ക് രാവിലെ പോയി ബുക്ക് ചെയ്താ കൊച്ച്. അത് ശരി. അയാൾ പറഞ്ഞു പോയി ഞാൻ നോക്കി കൊള്ളാൻ. അങ്ങനെ 7-8 എന്തോ കൊണ്ടുപോകുന്നു ടിക്കറ്റ് കൊണ്ടു. അപ്പൊ താമസിക്കുന്നത് ഉമയാറ്റുകരയിലാണല്ലേ? വീട്ടുപേരെന്തുവാ? വള്ളിയിൽ. ശരി. ഗോപിനാഥപിള്ള. അത് ശരി. ഇതിനു മുമ്പ് പിന്നെ ഈ നമ്മുടെ റീൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഈ ഫോൺ വെച്ചെടുക്കുന്ന അപ്പൊ ഡയറക്ടർ വിളിച്ചെന്നാ പോലെ അപ്പം വരാൻ സൗകര്യമുണ്ട്, വരാൻ പറ. അങ്ങനെ പോയത്. അങ്ങനെ 3 ദിവസം അവിടെ പോയി. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അടിപൊളി ഭക്ഷണം, കഴിക്കാൻ വയ്യാത്ത കുഴപ്പമില്ല. ഞാൻ പിന്നെ തൊടുപുഴയ്ക്ക് ഇപ്പം ഒരു സ്വാമി ഹോട്ടലോ കാപ്പിക്കട അവിടെ കയറി കഴിച്ചിട്ട് പോയത് കൊണ്ട് നമുക്ക് മെസ്സിലെ ഭക്ഷണം നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ല അല്ലേ? നമ്മൾ കഴിച്ചു. പിന്നെ ചായ, കാപ്പി, മോരും വെള്ളം, എന്തൊക്കെ നാരങ്ങ വെള്ളം, എന്തൊക്കെ. പിന്നെ ചെന്ന് വലിയ സ്വീകരിച്ചങ്ങ് കഥയൊക്കെ കൊടയൊക്കെ തന്ന് ഒരു കാരണവന്റെ വീട്ടിൽ അവിടെ നിന്നാ മതി. അത് ശരി. കാരണവരാണല്ലോ, ഇവിടുത്തെ തന്നെ കാരണവരാണല്ലോ. ഇന്ന് ഭയങ്കര കാര്യം. അപ്പൊ മോഹൻലാൽ വന്നോണ്ടേ ഇത് കൂടാതെ അടിച്ചിട്ടൊക്കെയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു ചെങ്ങന്നൂരാ. ചെങ്ങന്നൂന്ന് ഒരു 3 കിലോമീറ്റർ നടക്കോട്ട് മതിയാവും. ശരി. എന്തായാലും ആട്ടെ, നമുക്ക് ഇത് കണ്ടിട്ട് കൂടുതൽ ആളുകൾ വിളിക്കട്ടെ അല്ലേ? വിളിക്കാൻ ഇപ്പഴേ ഭയങ്കര 175 200 എന്തായാലും ആയി ഫോണിനകത്ത്. അത് ശരി. ശരി എന്നാ.